ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSCയിൽ 2024 പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. 5 എണ്ണമാണ് മെയിനായിട്ട് നമ്മളിതിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓഫീസ് അറ്റൻഡൻറ്റിനെ കുറിച്ചിട്ടാണ്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് എക്സെട്ര. ഇതിലെ ഓഫീസ് അറ്റൻഡൻറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കൺഫർമേഷനാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് സ്റ്റോർ കീപ്പർ, കാറ്റഗറി നമ്പർ 134/2023, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ. അടുത്തത് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, കാറ്റഗറി നമ്പർ 446/2023. നെക്സ്റ്റ് വൺ ലാബോറട്ടറി അറ്റൻഡർ, കാറ്റഗറി നമ്പർ 447/2023. അത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. ഡീറ്റെയിൽ വീഡിയോ നമ്മളോട് തന്നെ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഓഫീസ് അറ്റൻഡൻറ്റ്, കാറ്റഗറി നമ്പർ 587/2023. അതാണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്. ഇതിൻ്റെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ഒരു കൺഫർമേഷൻ വന്നിരിക്കുന്നത് പിയൂണ്, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതിൻ്റെ കാറ്റഗറി നമ്പർ 696/2023. വേറെയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 11/10/2024 വരെയാണ്. ഇന്ന് തൊട്ടാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം അലോ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയൊക്കെ സൈറ്റ് ഓപ്പൺ ആകുന്നുണ്ടായിരുന്നു. കുറച്ച് സമയമായിട്ട് സൈറ്റ് ഓപ്പൺ ആകുന്നില്ല. ഇനി അത് PSCയുടെ അപ്ഡേഷൻ നടക്കുന്നുണ്ട് 22, 23 തീയതികളിൽ. അതുകൊണ്ടാണോ അതോ ഇനി എല്ലാവരും കൂടി ഒരുമിച്ച് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടാണോ സൈറ്റ് ഓപ്പൺ ആവാത്തത് എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് ഓഫീസ് അറ്റൻഡൻറ്റ്, കാറ്റഗറി നമ്പർ 587/2023. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്. ഇതിൻ്റെ സാലറി വന്നിട്ട് 23,000 തൊട്ട് 50,200 വരെയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആൾക്കാർ 8,39,724 പേര് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൺഫർമേഷൻ കൊടുക്കുമ്പോഴത്തേന് ഇതിന് കുറച്ച് ആൾക്കാരുടെ ഔട്ടാവും. 16/3/2024 2 ഫ്രഷ് വേക്കൻസി, അതായത് ലാ സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2 വേക്കൻസി ആൾറെഡി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിനെന്ത് പറ്റിയെന്ന്. ഇനി നമുക്ക് ആ ലിസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 89/2019 എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്പറിലുള്ള ഒരു റാങ്ക് ലിസ്റ്റായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ആ റാങ്ക് ലിസ്റ്റ് ആക്റ്റീവായത് 27/9/2022 അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.67 ആയിരുന്നു. അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 886 പേരും, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 738 പേരും, DA കാൻഡിഡേറ്റിൽ 79 പേരും, അങ്ങനെ ടോട്ടൽ 1703 പേരാണ് ടോട്ടൽ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ലിസ്റ്റിൽ 886 പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചിരിക്കുന്നത് 4/3/2024. അതിനകത്ത് ഓപ്പൺ കോമ്പറ്റീഷനിലുള്ള എല്ലാ ആൾക്കാർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് 886 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. ആ 886 പേർക്കും അഡ്വൈസ് അയച്ചിട്ടുണ്ട്. പിന്നെ EBTയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2 പോയിട്ടുണ്ട്. SSCയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 65 പോയിട്ടുണ്ട്. STയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 25, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 41, ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 19, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 11, SIUC നാടാർ OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, SSCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 10, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, പിന്നെ DAയിൽ LV 11, DA HI 13, DA LDCP 13. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ലിസ്റ്റിലുണ്ടായിരുന്ന മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും അഡ്വൈസ് പോയി. 4/3/2024 ആയപ്പോഴേക്കും ആ മെയിൻ ലിസ്റ്റിലുള്ളായിരുന്ന എല്ലാ ആൾക്കാർക്കും അഡ്വൈസ് പോയി. സോ ഇപ്പോഴും ഇങ്ങനെ ഒരു ലിസ്റ്റ് നിലവിലില്ല. 27/9/2022 ലിസ്റ്റ് ആക്റ്റീവായി. 4/3/2024 ആയപ്പോഴത്തേക്കും അതിൻ്റെ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും അഡ്വൈസ് പോയി. ഒരു 2 വർഷം പോലും എടുത്തില്ല, അതിനു മുമ്പിട്ട് ആ ലിസ്റ്റ് ക്യാൻസലായി. SIUC ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് പോയിട്ടുണ്ട്. അതിനകത്ത് EBTയിൽ 147 പേര് സപ്ലിയിലുണ്ടായിരുന്നു, SSCയിൽ 107 പേര് സപ്ലിയിലുണ്ടായിരുന്നു, STയിൽ 101 പേര് സപ്ലിയിലുണ്ടായിരുന്നു, മുസ്ലിം 133 പേര് സപ്ലിയിലുണ്ടായിരുന്നു, ലാറ്റിൻ കത്തോലിക്കിൽ 52 പേര് സപ്ലിയിലുണ്ടായിരുന്നു, OBCയിൽ 78 പേര് സപ്ലിയിലുണ്ടായിരുന്നു,
വിശ്വകർമ്മയിൽ 26 പേര് സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. SIUCയിൽ 26 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. SSCCയിൽ 27 പേര് സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. തീവരയിൽ 27 പേര് സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. ഹിന്ദു നാടാറിൽ 14 പേര് സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ DAയിൽ ടോട്ടൽ 27 അങ്ങനെയായിരുന്നു സപ്ലിമെൻ്റ് ലിസ്റ്റിലുണ്ടായിരുന്നത്. അത് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ നിന്നൊക്കെ നല്ലതുപോലെ അഡ്വൈസ് പോയി. കാരണം പിന്നെ വീണ്ടും 2 ഫ്രഷ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പോയിന്റ് ഫ്രഷ് വേക്കൻസി 2 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, NGD അല്ല. അപ്പോൾ ലാസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്നതിൻ്റെ NGD പോലും ഇതുവരെ റിപ്പോർട്ടായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് നമുക്കിനി വരാൻ പോകുന്ന ലിസ്റ്റിനായിരിക്കും ആ NGD ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് തിരുവനന്തപുരത്താണോ അതിൻ്റെ ജോലി ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഓഫീസ് തിരുവനന്തപുരത്തുള്ളത് ഉണ്ട്. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിലും അതുപോലെ തന്നെ റീജിയൻ ഓഫീസുണ്ട്. അവിടെയൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 886 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം NGD വന്നതിന് ശേഷം മാത്രം നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നിലവിലുള്ള ലിസ്റ്റിൻ്റെ സ്ഥിതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നമുക്ക് സംസാരിച്ച് പോകാം. അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അത് നമ്മുടെ ലാബ് അറ്റൻഡൻ്റ് റാങ്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ടുള്ള എക്സാമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഉടനെ തന്നെ ഇതുപോലെ ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.